ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം നല്ല സായം സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിർമ്മലമായ തിരുവെഴുത്തും യേശുക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു രാത്രി കൂടി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം ഈ ഒരായുസിൽ തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സഭയെടുക്കപ്പെട്ടാൽ എതിർക്രിസ്തുവിൻ്റെ കിട്ടാൻ പോകുന്ന തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ, അത് കിട്ടിക്കഴിഞ്ഞാൽ വരുന്ന ആറ്റമിക് വെപ്പണിൻ്റെ വൈബ്രേഷൻ, അതിനുശേഷം ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന രക്തമഴ. നമ്പർ 4, social security number come to the world UID. Number 5, after Aadhaar, after Emirates ID, now going where? അതിനുശേഷം അവസാനമായി മധ്യാകാശത്തിൽ നമുക്കൊരു വീടുണ്ടെന്നുള്ള വാക്യത്തോടു കൂടി ഇന്ന് രാത്രി ദൈവവചനം പ്രതിപാദിക്കും. ഭാവികാല ശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ ഏകദേശം 65ഓളം സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട തലമുറയാ. അല്ലെങ്കിൽ ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് അലർട്ട് ലഭിക്കുന്നത് പോലെ നിങ്ങൾ ഷാർജയിലോ ദുബൈയിലോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കയറാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിനകത്ത് സന്ദേശങ്ങൾ ലഭിക്കുന്നത് പോലെ അലർട്ടുകളെപ്പറ്റി തൊട്ടുവെച്ചുകൊണ്ട് ഇന്ന് രാത്രി തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. 5 കാര്യങ്ങൾ തൊട്ടുവെച്ച് ബൈബിളിലേക്ക് കടക്കും. വെളിപ്പാട് പുസ്തകത്തിലേക്ക്. ഒന്നാമത്തെ സംഭവം, 2017 ഡിസംബർ മാസം 30 ഒരു പെൺകുട്ടി സൗദി അറേബ്യയിൽ നിന്ന് മുംബൈ IIT വന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കണ്ടു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. ദാറ്റ് മീൻസ് റോബോട്ട് സ്പീക്കിംഗ്, അഥവാ കമ്പ്യൂട്ടർ സംസാരിച്ചു തുടങ്ങി. സോഫിയ മാത്രമല്ല, നീരയും റാഡയും മിത്രയും എല്ലാം ആ ഗ്രൂപ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞു. ഒരു 3 വർഷം കൂടെ പോയാൽ ഷാർജയിലെ പല ഹോട്ടലുകൾ, പല ഓഫീസുകളിലെല്ലാം സോഫ്റ്റ്വെയർ ടെക്നോളജിക്ക് വേണ്ടി റോബോട്ടുകൾ വരുന്നു. 2021 കേരളം കാത്തിരിക്കുന്നു. മലയാള മനോരമയും ഏഷ്യാനെറ്റും അപ്പോൾ തന്നെ മാതൃഭൂമിയിലും വിനു വി ജോൺ, സ്മൃതി പരുത്തിക്കാട്, വേണുഗോപാലെല്ലാം കർവാപ്പസി റോബോട്ടിൻ്റെ തുണ്ടെഴുതി കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് വാർത്ത വായിക്കുന്ന കാലം. ഇതൊക്കെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിൻ്റെ ഏകാന്തതയിൽ കാരാഗ്രഹമായി കടന്ന കാലത്ത് യോഹന്നാൻ എഴുതി വെച്ച ഒരു പ്രവചനത്തിൻ്റെ നിവർത്തി മലയാളികളും ലോകവും കണ്ണുകൊണ്ട് മിഡിൽ ഈസ്റ്റും കണ്ടതാ. വിശുദ്ധ വെളിപ്പാട് 13:15 മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. കം ടു ദ വേൾഡ്, ദാറ്റ് മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ പോകുന്നു. AI അത്രയും നിർണായകമായി ലോകമെത്തിയിരിക്കുന്നു. നമ്പർ 1. നമ്പർ 2, ഒരു കാലത്ത് ഷാർജയുടെ തെരുവീതികളിലൊന്നും വലിയ ട്രാഫിക്കൊന്നുമില്ല. പണ്ട് വൈകിട്ട് ഒരു 12 മണി 10 മണി 1 മണിയാകുമ്പോൾ ഇതെല്ലാം അവസാനിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയിലും അനവധി വാഹനങ്ങൾ, ഒത്തിരി ട്രെയിനുകൾ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ നരേന്ദ്രമോദി 2017 ഡിസംബർ 15 ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ ഷിൻസോ ആബെ, they will put it a late stone in Mumbai to Ahmedabad, 560 kilometer far distance, running time 2 hours. The train is named as bullet train, Duronto Express. ഇവിടെ ഗൾഫ് മേഖലയിൽ വരുന്നത് പോലെ മെട്രോ റെയിൽ പോലെ അന്ത്യകാലത്ത് ബുള്ളറ്റ് ട്രെയിൻ തീർന്നില്ല. ആകാശത്തിൽ റൺവേയിലേക്കാൾ അധികം വിമാനങ്ങൾ ലാൻഡിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച എയർലൈനുകളെ കാണുന്നു. ആകാശത്തിൽ വിമാനത്തിൻ്റെ ഇരമ്പൽ, റൺവേയിൽ ട്രെയിനുകളുടെ ഇരമ്പൽ, റോഡിനകത്ത് വാഹനങ്ങളുടെ പ്രളയം തീർന്നില്ല. അതിന് നിതാന്തമായി കേരളത്തിൽ പോലും ഇന്ന് നല്ല ബസ്സുകൾ ഓടുന്നു. മിന്നൽ ബസ്. ഇതൊക്കെ എവിടുന്ന് വന്നെന്ന് അന്ത്യകാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നഹൂം പ്രവചനം 2:4 രഥങ്ങൾ തെരുക്കളിൽ ചടിചടി ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെപ്പോലെ പായുന്നു, മിന്നൽ പോലെ കുതിക്കുന്നു. അന്ത്യകാലം വീതിയോടുള്ള ബന്ധത്തിൽ എഴുതി വച്ചിരിക്കുന്നു. പൊതുനിരത്തുകൾ നിറയുന്ന ഒരു കാലം ലോകത്തിൽ. മൂന്നാമത്തെ സംഭവം, മരിക്കാതെ സുന്ദരമായി ജീവിക്കാൻ പോകുന്ന ഒരു ടെക്നോളജി ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ടെക്നോളജിയുടെ പേര് ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ. അത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും നല്ല മെഡിക്കൽ സയൻസ് വിഭാഗം ക്ലേവ്ലാൻഡ് മെഡിക്കൽ സെൻറ്റർ. ഇന്ത്യയിലെ മിസ് സോണിയ ജി, മുൻ കേരളത്തിൻ്റെ സ്പീക്കർ ജി കാർത്തികേയൻ, ഇവരെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ മെഡിക്കൽ സെൻ്റർ ആയിരുന്നു ക്ലേവ്ലാൻഡ്. അവരിപ്പോൾ പറയുന്നത് 80 വയസ്സുള്ളൊരു വ്യക്തിയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ $7 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്താൽ ഒരു പ്രോസസ്സിങ്ങിൽ കൂടെ 40 വർഷം ജീവിക്കുവാനുള്ള ഏറ്റവും നല്ല നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യ അവർ കൊടുക്കാൻ പോകുന്നു. പേര് ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ. നേഴ്സസ് അധികമുള്ളത്. ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഒരുപക്ഷെ 5.5 ലിറ്റർ കണ്ടേക്കാം, ഒരു സഹോദരിയുടെ ശരീരത്തിൽ 5 ലിറ്റർ രക്തം കണ്ടേക്കാം. ആ രക്തത്തെ മാറ്റി പുതിയ ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ട് 40 വർഷം ശരീരത്തിൻ്റെ ഓർഗൻസിനെ നല്ലതുപോലെ സ്ട്രിങ് ചെയ്ത് നിർത്താൻ കഴിവുള്ള ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കൊടുക്കാൻ പോകുന്നു. ലൈഫ് എക്സ്റ്റൻഷൻ കൗണ്ടർ വിത്ത് $7 lakhs. അതിൻ്റെ പ്രോസസ്സിങ്. കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, 80കാരൻ ഒരു പിതാവിനെ നമ്മൾ അവിടെ എത്തിച്ച് ഈ പ്രോസസ്സ് ചെയ്താൽ ഒരു 40 വർഷം കൂടെ ജീവിക്കാം. ദെൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു സ്പെയർ പാർട്സ് മാറ്റുന്നത് പോലോ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഓയിൽ മാറ്റുന്നത് പോലെ വീണ്ടും ലൈവായി ഇത് ചെയ്താൽ മനുഷ്യൻ മരിക്കാത്ത ഒരു കാലം ഇവിടെ വരുന്നു. വിശുദ്ധ തിരുവചനം, നിങ്ങളുടെ തിരുവെഴുത്ത്
കരങ്ങളിൽ. മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. അങ്ങനെയെങ്കിൽ എബ്രായ ലേഖനം 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചെങ്കിൽ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൈകളിൽ ഈ മെഡിക്കൽ സയൻസ് കടന്നു പിടിക്കാൻ തുടങ്ങുമ്പോൾ ഇനി ഈ ഭൂമിയെ ദൈവം വെച്ചുകൊണ്ടിരിക്കത്തില്ല. കാലം തീരാറായി, വാഴ്ത്തപ്പെട്ട കർത്താവ് വരാറായി. നാലാമത്തെ സംഭവം 1969 ജൂലൈ മാസം 20 നെയിൽ ആംസ്ട്രോങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ടീം 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ഇന്നേക്ക് 50 കൊല്ലങ്ങൾക്ക് പിറകിൽ സുന്ദരമായി ചന്ദ്രനിലെത്തി. സങ്കീർത്തനം 19 പാടി ആകാശവിധാനം യഹോവയുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആ കാലഘട്ടത്തിൽ പഴയ കാലത്ത് മനുഷ്യ ഇത്രയും വിജ്ഞാനമില്ലായിരുന്നു. നമ്മുടെ മലയാളികളും പിതാക്കന്മാരും പറഞ്ഞു, ഏതാണ്ട് മലയിലെങ്ങാണ്ട് ചെങ്ങന്നൂർ കോടുകുളഞ്ഞ് മലയിലെങ്ങാണ്ട് പോയി കൊടി ഉയർത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞു. കണ്ടില്ലേ, അതെല്ലാം മാറിക്കഴിഞ്ഞു. ഇന്ന് മനുഷ്യൻ പറക്കുന്നു. 5.25 കോടി കിലോമീറ്ററുള്ള ചൊവ്വയിലേക്ക് പറക്കാൻ പോകുന്നു. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, പേരിട്ട് കഴിഞ്ഞു മാർസ് 1. അതിന് നിതാന്തമായി പാലക്കാടുകാർ ലേഖയും ശ്രദ്ധയും, മലയാളികൾ തിരുവനന്തപുരക്കാരൻ പൂജപ്പുര സ്വദേശി രാകേഷും പറക്കാൻ പോകുന്നു. 2035 SU തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. ഇന്ത്യ നിതാന്തമായി ഈ ദിവസങ്ങളിൽ ചന്ദ്രയാൻ ദൗത്യം എടുത്തതല്ല, നിങ്ങൾ കണ്ടില്ലേ? വിക്രം ലാൻഡറിൻ്റെ ഒരു വിഷയത്തിനകത്തെങ്കിലും കമ്പ്യൂട്ടറിനകത്തൂടെ ഇപ്പോഴും ചിത്രങ്ങൾ കിട്ടുന്നു. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുവാൻ നോക്കുന്നു. ബൈബിളിൽ ഉണ്ടോ മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ കുടിയേറും, കൂടുവെക്കും? ഉപദ്യാവിൻ്റെ പ്രവചനം 4. മനുഷ്യ, നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ച് വാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി ഈ ഭൂമി വിട്ടാൽ നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ? ആ വീട്ടിലേക്കായിരിക്കണം നമ്മുടെ നിത്യയാത്ര. 5ാമത്തെ ഒറ്റ സംഭവം പറഞ്ഞു വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക്. റഷ്യ 4 കോടി പട്ടാളത്തെ തികയ്ക്കുന്നു. യുണൈറ്റഡ് നേഷൻസിനോട് ബാൻ കി മൂൺ ഇരുന്ന കാലം തൊട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു, ഒരു കാരണവശാലും ആഫ്രിക്കയിലെ കലാപത്തിനോ മറ്റൊരു രാജ്യത്തെ സംരക്ഷണത്തിനോ വേണ്ടി ഞങ്ങൾ ഒരെണ്ണത്തിനും തരത്തില്ല. ISROയുടെ ഒരു ഉപഗ്രഹം ആകാശമണ്ഡലങ്ങളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ടെലിവിഷനിൽ കാണാൻ ശാസ്ത്രജ്ഞന്മാരിലായിരുന്നു കൗണ്ട് ഡൗൺ ചെയ്യും. 0 1 1 1 2 ലാസ്റ്റ് 00 അടിക്കുമ്പോഴാണ് അതിൻ്റെ ഫ്യൂവൽ കത്തിപ്പോകുന്നത് പോലെ ഇന്ന് റഷ്യ 4 കോടി പട്ടാളത്തെ തികയ്ക്കുന്നു. നിതാന്തമായി സൗദി അറേബ്യയുടെ പ്രിൻസ് സൽമാൻ രാജാവ് വരെ റഷ്യയിലെത്തിയ ഒരു കാഴ്ച നിങ്ങളുടെ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വന്നത് നിങ്ങളുടെ പത്രത്തിൽ കൂടി കണ്ടു കഴിഞ്ഞു. ഇതൊരു അന്ത്യകാലത്തിൻ്റെ നിവർത്തിയ വരാൻ പോകുന്നു 3rd വേൾഡ് വാർ. അതിന് നിതാന്തമായി റഷ്യ 4 കോടി പട്ടാളത്തെ തികയ്ക്കുന്നു. യഗസ്കേൽ 38ന്റെ നിവർത്തിയ റഷ്യയുടെ 4 crore റെജിമെന്റ്. യഗസ്കേൽ 38. ഇസ്രായേലി, നീ ഒരുങ്ങിക്കൊള്ളുക, ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ഒരു സൈന്യം നിനക്ക് മേധാവിയായി തീരുമെങ്കിൽ ഈ കൗണ്ട് ഡൗൺ നിങ്ങളുടെ കണ്ടുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, കാലം അതിൻ്റെ അന്ത്യദിനങ്ങളിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ഘടികാരത്തിൽ ചക്രങ്ങൾ കറങ്ങുന്നത് പോലെ ദിവസങ്ങൾ അതിൻ്റെ അന്തിമ ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ മീഡിയയിൽ പത്രദ്വാര ഈ വാർത്തകൾ കാണുമ്പോൾ കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുവാൻ നാഥൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കള്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ വൈകിട്ട് 6:30 വാഗാ അതിർത്തിയിൽ വെച്ച് 2 രാജ്യത്തിൻ്റെ സൈനിക കമാൻഡർമാർ പതാക താഴ്ത്തി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പോലെ ഒരു യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് 2 രാജ്യങ്ങൾ പതാക താഴ്ത്തി കെട്ടി അവരവരുടെ കോൺസുലേറ്റുമാരെ അവരുടെ പ്രിയപ്പെട്ടവരെ മടക്കി വിളിക്കുന്നത് പോലെ ഇവിടെ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. ഈ തലമുറയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കോൺസുലേറ്റ് അംഗങ്ങളെ രാജ്യങ്ങൾ മാടി വിളിക്കുന്നത് പോലെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ തിരുവെഴുത്ത് 3-ാമത്തെ വാക്യം. ദ റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. വായിക്കാം വിശുദ്ധ വെളിപ്പാട് 1:3. വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഡൊമീഷ്യന്റെ ചക്രവർത്തിയുടെ കരങ്ങളാൽ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് അവൻ വീഴുകയാണ്. പത്മോസിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചാൽ, ഗ്രീസിലെ ഏതൻസിൽ നിന്ന് 30 മൈൽ നടന്നാൽ 23 കിലോമീറ്റർ ചുറ്റളവിൽ കടലിന്റെ നടുവിൽ കിട്ടുന്ന പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദ്വീപ പത്മോസ്. ആകാശം മുട്ട കരിമ്പനക്കൂട്ടം, പച്ച മനുഷ്യൻ വരുവാൻ കൊത്തിക്ക് പറിക്കുന്ന പരുന്തുകളുടെ നിറവ്, ഒരു നിർവധിയുമില്ലാതെ പാമ്പുകളുടെ കൂട്ടവും കിടക്കുമ്പോൾ ദൈവദാസൻ
ഏകാന്തതയിൽ അവിടെ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം അവന് വേണ്ടി തുറന്നു. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. നാളെ ആ ഭാഗത്തിലേക്ക് കിടക്കും 404 22 അധ്യായങ്ങളുമുള്ള അപ്പോക്കാലിപ്സ് മറഞ്ഞിരിക്കുന്ന വരാൻ പോകുന്ന ലോകത്തിൻ്റെ ന്യായവിധിയുടെ രംഗങ്ങൾ മുഴുവൻ അതിനകത്ത്. ഇതിനകത്തൊരു കാര്യമുണ്ട്. അധ്യായം 1 കടക്കണം. അതാ വായിച്ചത്. പത്മോസിൽ കണ്ട ദർശനം, യോഹന്നാനോടുള്ള അരുളപ്പാട് കൃത്യമായി രേഖപ്പെടുത്തി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ദർശിക്കുന്നത് അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവർ, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാദം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ പിടിച്ചു. സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു. കണ്ട യോഹന്നാൻ മുട്ടുമടക്കി. അവൻ്റെ തലമേലൊരു കരം വെളിപ്പെട്ട് വരിക. ആദ്യൻ അന്ത്യൻ, ആൽവ ഒമേഗ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ്. ഇപ്പോൾ ഉള്ളത് 7 സഭ. മേലാൽ സംഭവിക്കാനുള്ള ഒരു പുസ്തകത്തിൽ എഴുതുക. അതാ നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന വിശുദ്ധ വെളിപ്പാട് പുസ്തകം. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ദർശനം. അധ്യായം 2, 3 7 സഭകൾക്കുള്ള ദൂത്. എഫെസോസ് മുതൽ ലവോദിക്ക. അധ്യായം 4 സഭ എടുക്കപ്പെട്ടാൽ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥ ഇവിടെ കയറി വരിക. മേലാൽ വാട്ട് എവർ ദ ഫ്യൂച്ചർ. ഇന്ന് രാത്രി ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ മുൻപോട്ട് നടക്കുന്ന 35 സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. 1 സഭ എടുക്കപ്പെട്ടാൽ എതിർ ക്രിസ്തുവിൻ്റെ കിട്ടാൻ പോകുന്നു ആറ്റമിക് വെപ്പൺ. എന്താ ആറ്റമിക് വെപ്പൺ? എവിടെ അത് ആരംഭിച്ചു? വായിക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3, 4 വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 3 and 4. വെളിപ്പാട് 6, 3, 4 വാക്യങ്ങൾ. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. കുതിര ചുവപ്പ്, ഈവിൾ സ്പിരിറ്റ്, സാത്താന്റെ ശക്തി. അടുത്തത് വായിക്കാം. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ചേട്ടൻ അനിയനെ കൊല്ലുന്നു, അപ്പം മക്കളെ കൊല്ലുന്നു, അച്ഛൻ അമ്മാമ്മയെ കൊല്ലുന്നു, കൂടത്താഴിലെ ജോലി ചേച്ചി ബാഗിനകത്ത് സൈനൈഡ് വെച്ച് കൂട്ടത്തോടെ കൊല്ലുന്നു. ഇതെല്ലാം അന്ത്യകാലം. അസോത്രം. അവിടെ ഞാൻ നിൽക്കുന്നില്ല, അവിടെ തൊടുന്നില്ല. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം ഇപ്പം കുഞ്ഞു വായിക്കും. അതാണ് നമ്മുടെ ചർച്ച. വായിക്കാം കുഞ്ഞ്. അടുത്ത വാക്യം. ഒരു വലിയ വാളും അവന് കിട്ടി. ഒരു വലിയ വാളും അവന് കിട്ടി. ഷാർജ മാർക്കറ്റിൽ പോയി കൊച്ചു പിച്ചാത്തി കൊണ്ടുവന്നല്ല. വാളിൻ്റെ അർത്ഥം ശ്രദ്ധയോടെ ഇരിക്കണം. ഒരു വലിയ ആണവ വെപ്പൺ, ന്യൂക്ലിയർ റിയാക്ടർ അവൻ്റെ കയ്യിൽ. ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങൾ വചനത്തിൽ ഉറച്ചു നിന്ന് കേൾക്കണം. എന്താ